BSNL ഫൈബർ ഇൻ്റർനെറ്റിലുള്ള സർവത്ര BSNL റോമിങ് നമ്മൾ ആക്റ്റീവ് ചെയ്തിട്ടുണ്ട്. അത് ചെയ്തതിന് ശേഷമുണ്ടായ എൻ്റെ അവസ്ഥയാണ് ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത്. ചിലപ്പോൾ എനിക്ക് മാത്രമായിരിക്കും ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുകയുള്ളൂ. ഇത് ആക്റ്റീവ് ചെയ്ത് ഉപയോഗിക്കുന്നവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പറയാം. സർവത്ര എന്താണെന്ന് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഒരു വീഡിയോ നമ്മൾ 2 ആഴ്ച മുമ്പ് ചെയ്തിരുന്നു. 79,000 കൂട്ടുകാർ ആ വീഡിയോ കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്തു. ഒരുപാട് പേര് കമൻ്റ് അടിച്ചിട്ടുണ്ട്. എന്തായാലും എല്ലാവർക്കും എൻ്റെ എല്ലാ നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ആരംഭിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് അടിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ് ചെയ്തും അറിയിക്കാം. 2 ആഴ്ച മുമ്പ് വീഡിയോ ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടതാണ് 399 രൂപ പ്ലസ് GST വരുന്ന ആ ഒരു 30 MBPSൻ്റെ പ്ലാൻ ഉപയോഗിക്കുന്ന എനിക്ക് വൈഫൈ റോമിംഗ് എന്ന് പറഞ്ഞ ആ ഒരു വൈഫൈ നെറ്റ്വർക്കിലേക്ക് മാറ്റി കൊടുത്താൽ ഏകദേശം 98, 95, 90 സ്പീഡിൽ നമുക്ക് ലഭിക്കുന്നത് നിങ്ങൾ കണ്ടാണ്. എന്തായാലും നിങ്ങൾ ആ പഴയ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. പക്ഷേ എങ്കിൽ അടുത്ത ദിവസം മുതൽ അത് 30 MBPSലേക്ക് കുറഞ്ഞു. അതിനുശേഷം പല പ്രശ്നങ്ങളും ആരംഭിച്ചു. ഈ പറയുന്ന പോലെ എതർനെറ്റ് വഴി നമ്മുടെ ടി വിയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ടൈം എടുത്തിട്ടാണ് ടി വിയിൽ ആദ്യം തന്നെ യൂട്യൂബ് ആണെങ്കിലും എന്താ ആപ്പാണെങ്കിലും കണക്റ്റായി വരുന്നത്. ഒരുപാട് ടൈം എടുക്കുന്നുണ്ട് എതർനെറ്റ് വഴി ടി വിയിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ, അപ്പോൾ തന്നെ വരുന്നില്ല. അങ്ങനെ വന്നാലും ഈ സംഭവം പ്ലേ ആവാനും കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ഇതിടയ്ക്ക് സ്റ്റക്കായി പോകുന്നുണ്ട്. കണ്ടോ, ഇപ്പോൾ ടി വിയിലെ എതർനെറ്റ് കേബിൾ ഉപയോഗിച്ചിട്ടാണ് വർക്കാവുന്നത്. മുകളിൽ എഴുതി കാണിക്കുന്നുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ എതർനെറ്റ് കേബിൾ ഉപയോഗിച്ചിട്ടാണ് ടി വി കണ്ടുകൊണ്ടിരുന്നത്. ആ സമയത്തൊക്കെ നല്ല പക്കയായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വന്നു തുടങ്ങിയത്. ഇനി വൈഫൈയുടെ കേസ് പറയാം. വൈഫൈയിൽ ഇടയ്ക്കിടയ്ക്ക് ഇൻ്റർനെറ്റ് കട്ടായി പോകുന്നുണ്ട് ചില സമയങ്ങളിൽ. പിന്നെ ആണെങ്കിൽ അത് തിരിച്ചു വരും, ഇടയ്ക്ക് പോവും വരും. ഇതാണ് അവസ്ഥ. അതും പോയി കിട്ടി. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു സർവത്ര ആക്റ്റീവ് ആക്കിയതിന് പിന്നെ മൊത്തത്തിൽ സംഭവം കൊളായിട്ടുണ്ട്. അതായത് ഇൻ്റർനെറ്റ് ഇപ്പോൾ ഇവിടെ സ്റ്റക്കായിട്ട് നിൽക്കുന്നതാണ്. ഇടയ്ക്ക് ഇത് ഓടും, ഇടയ്ക്ക് സ്റ്റക്കാവും. പെട്ടെന്നൊക്കെ മാറുന്നുണ്ട്, ചില സമയത്ത് കുറേ ടൈം വെക്കുന്നുണ്ട്. അതൊക്കെയാണ് അവസ്ഥകൾ. എൻ്റെ ഒരു ഭാഗ്യത്തിനായിട്ട് ഞാനാണെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ മോഡത്തിൻ്റെ ഒരു ബാക്കപ്പ് ഫയൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അതെടുത്ത് അപ്ഡേറ്റ് ചെയ്തു. ഇപ്പോൾ എന്തായാലും ഒരു പ്രശ്നമില്ല, പക്കയായിട്ട് വർക്കാവുന്നുണ്ട്. നിങ്ങളിവിടെ കാണാൻ സാധിക്കും. വളരെ ഈസി ആയിട്ട് തന്നെ എല്ലാം പ്ലേ ആവുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് സെറ്റിങ്സിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ട്, ഓടിക്കാൻ സാധിക്കുന്നുണ്ട്. യാതൊരുവിധ സ്റ്റില്ലോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്കയായിട്ട് വർക്കാവുന്നുണ്ട്. 30 MBPSൻ്റെ പ്ലാനിൽ നമുക്ക് 4K നല്ല അടിപൊളിയായിട്ട് വർക്കാവുന്നുണ്ട്. പണ്ട് വർക്ക് ചെയ്തിരുന്നു. ഈ സർവത്ര ചെയ്തപ്പോഴാണ് കൊളായത്. പിന്നെ ബാക്കപ്പ് ഫയൽ എടുത്തിട്ട് അപ്ഡേറ്റ് ചെയ്തപ്പോൾ എന്തായാലും സംഭവം പിന്നെ ശരിയായിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഞാൻ കസ്റ്റമർ കെയറിൽ വിളിച്ച് കംപ്ലയിൻറ്റ് പറയാൻ വേണ്ടി നോക്കിയിട്ടൊന്നുമില്ല. കാരണം BSNLൻ്റെ കസ്റ്റമർ കെയർ സപ്പോർട്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ കുറച്ച് മോശമാണ്, വലിയ കാര്യമായിട്ട് നടക്കാറൊന്നുമില്ല. പിന്നെയാണെങ്കിൽ നമ്മുടെ അടുത്ത് ഈ പറഞ്ഞ ഇൻ്റർനെറ്റ് കട്ടായി പോയി കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുന്നത് കേരള വിഷൻ്റെ ടീംസാണ്. അതുകൊണ്ട് സർവീസൊന്നും കുഴപ്പമില്ല. ഈ പറയുന്ന പോലെ എന്തെങ്കിലും സ്പീഡ് പോയോ വേറെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തീർന്നു. BSNL വളരെ മോശം സർവീസാണ് കൊടുക്കുന്നത്. പിന്നെയാണെങ്കിൽ നമ്മുടെ ബില്ലിൻ്റെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ ബില്ല് കാണുന്ന ബില്ലിംഗ് ഓഫീസറെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടത്തുമില്ല, ഫോൺ എടുക്കാറുമില്ല. അതും വളരെ മോശമാണ്. ഓരോ കമ്പനിക്കും ഇതിൻ്റെ ബാക്കപ്പ് ഫയൽ എടുക്കുന്നതും അത് അപ്ഡേറ്റ് ചെയ്യുന്നതും പല രീതിയിലായിരിക്കും മോഡം അനുസരിച്ച്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗൂഗിൾ അടിച്ചു നോക്കി കഴിഞ്ഞാൽ ഓരോ മോഡത്തിനും അതെങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കപ്പ് ഫയൽ എങ്ങനെ എടുത്ത് വയ്ക്കാം, അതുമാണെങ്കിൽ ഇത് എങ്ങനെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മോഡ് ഏതാണോ അതനുസരിച്ച് നെറ്റിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. ഞാനിവിടെ പറഞ്ഞിട്ട് ഒരു കാര്യമൊന്നുമില്ല, കാരണം എൻ്റെ മോഡം അല്ലായിരിക്കും നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്നത്. ഈ കാണുന്ന രീതിയിലാണ് നമ്മൾ നമ്മുടെ മോഡം അപ്ഡേറ്റ് ചെയ്തത്. മോഡത്തിൻ്റെ സെറ്റിങ്സിൽ നമ്മൾ കയറണമെങ്കിൽ നമുക്ക് ഒരു യൂസർ ഐഡിയും പാസ്വേഡും വേണം. അത് നമുക്ക് ഈ മോഡം ആരാണോ നമ്മുടെ വീട്ടിൽ വെച്ച് തന്നത് അവരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കിട്ടും. ചിലർ അത് കൊടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എങ്കിൽ അത് മേടിക്കാനുള്ള അവകാശം നമുക്കുണ്ട്, നമുക്ക് ചോദിച്ച് വാങ്ങാം. അങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന യൂട്യൂബിൽ നോക്കി തന്നെ ഒട്ടുമിക്ക എല്ലാ മോഡത്തിൻ്റെ സെറ്റിങ്സിൻ്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോസ് ഫുള്ള് കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ ഫയൽ ഡൗൺലോഡ് ചെയ്ത് വെക്കാം. പിന്നെ എന്തെങ്കിലും നിങ്ങൾ പ്രശ്നങ്ങളുള്ള സമയത്ത് അതെടുത്തിട്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കാം, ചിലപ്പോൾ പക്കയാവും. ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ദയവായിട്ട് ഇത് പണിത് ഉള്ളതോടെ കൊളാക്കി വെക്കരുത്. നിങ്ങൾക്ക് കണക്ഷൻ തന്ന ആരാണോ അവരായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ ശരിയാക്കി തരുന്നതാണ്. നമ്മൾ പിന്നെ അതിൻ്റെ പുറകെയൊന്നും പോയില്ല. നമ്മൾ പഴയ ഫയലെടുത്ത് അപ്ഡേറ്റ് ചെയ്തപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്, അതുകൊണ്ട് പുറകെയൊന്നും പോയില്ല. പിന്നെ നിങ്ങൾ സർവത്ര ചെയ്തിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കട്ടോ. അപ്പോൾ വീഡിയോ കാണുന്ന മറ്റു കൂട്ടുകാർക്ക് അത് ഒരു ഉപകാരമായിരിക്കും. എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇപ്പം നിലവിൽ എനിക്ക് ഇഷ്യൂ ഒന്നുമില്ല, പക്കയായിട്ട് വർക്കാവുന്നുണ്ട്. സർവത്ര വർക്കാവുന്നില്ല എന്ന് മാത്രം. ഇനി നമുക്ക് സർവത്ര പെട്ടെന്ന് വേണ്ട, ഇതൊക്കെ ഒന്ന് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് പക്കയായി കഴിയുമ്പോൾ എടുക്കാം.
അല്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ അടുത്ത് മാത്രമായിരിക്കും പ്രശ്നമുള്ളൂ, ചിലപ്പോൾ എൻ്റെ മോഡത്തിലെ സെറ്റിങ്സിൽ അവർ ചെയ്തപ്പോൾ എന്തെങ്കിലും കുഴപ്പം വന്നായിരിക്കും.